ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. എന്തായാലും ഹോർമുസ് കടൽ ഇടക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും അടച്ചുകൊണ്ട് ഇറാൻ തന്റെ നീക്കങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കെതിരെ റഷ്യയും ചൈനയും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും. മാത്രമല്ല യുറേനിയം ഞങ്ങളുടെ കൈവശം വെക്കാം, ഈ യുദ്ധം സമാധാനത്തിലേക്ക് എത്തിക്കൂ, ഇരു രാജ്യങ്ങളും സമീപനം പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയും ചൈനയും രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ വ്യക്തമാണ്, റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തുകയാണ്. അതായത് അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, അമേരിക്ക ഈ ചെയ്യുന്ന യുദ്ധം തെറ്റാണ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്തെത്തുമ്പോൾ ഇപ്പോൾ റഷ്യയും ചൈനയും വളരെ നിർണായകമായിട്ട് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ എത്തുകയാണ്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതാണ്. ഇതുവരെ യാതൊരു രീതിയിലുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും തന്നെ ഇറാൻ ആരോടും ചോദിച്ചിരുന്നില്ല. ഇറാൻ ഒപ്പം നിൽക്കുന്നവരെ ഇറാൻ ചേർത്ത് നിർത്തുന്ന നയമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്തായാലും ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്. റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ. അമേരിക്കൻ സൈന്യം ഇതിനകം തന്നെ നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ പരാമർശങ്ങൾ ഇറാൻ ഉടൻ തന്നെ നിഷേധിച്ചു. അമേരിക്കൻ പ്രസിഡന്റും ഇറാനിയൻ നേതൃത്വവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും നടന്നിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രാഷ്ട്രീയ ശ്രമത്തിന്റെ ഭാഗമായാണ് ട്രംപ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ഇറാൻ ആരോപിച്ചു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ സൈനികമായി തന്നെ മറുപടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വാക്പോരിനിടെയാണ് മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നത്. ജൂൺ 11 പുലർച്ചെ തെക്കൻ ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇറാൻ അറിയിച്ചു. ബന്ദർ അബ്ബാസ്, മിനാബ്, സിരിക്, കാർഗൻ, കേഷൻ ദ്വീപ് തുടങ്ങിയ മേഖലകളിലാണ് ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന ആരോപണവും ഇറാൻ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിന് ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളും ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് അടച്ചു പൂട്ടിയതായിട്ട് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. കൂടാതെ ബഹ്റൈൻ പ്രവർത്തിക്കുന്ന അമേരിക്കൻ 5ാം നാവികസേനയെ ലക്ഷ്യമിട്ടും നടപടികൾ സ്വീകരിച്ചതായിട്ട് ഇറാൻ പറഞ്ഞു. എന്നാൽ അമേരിക്കൻ സൈന്യം ഈ ഒരു അവകാശവാദങ്ങൾ നിഷേധിച്ചു. ഹോർമുസ് വഴി കപ്പൽ ഗതാഗതം തുടരുകയാണെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ഇതിനിടെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാനിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് പ്രഖ്യാപിച്ചു. ഇറാന്റെ സൈനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ആശയവിനിമയ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടികൾ നടത്തിയത് എന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. അമേരിക്കൻ മറൈൻ കോർപ്പസ്, വ്യോമസേന, നാവികസേന എന്നിവ സംയുക്തമായാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നും അവർ അവകാശപ്പെട്ടു. മേഖലയിലെ അമേരിക്കൻ സേനയ്ക്കും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഭീഷണിയാകുന്ന ശേഷികൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. അതേസമയം ഈ ഒരു സൈനിക നടപടികൾ സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ഒരു കരാറിലെത്തണമെങ്കിൽ ഭീഷണിയുടെയും സൈനിക സമ്മർദ്ദത്തിന്റെയും രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അമീർ സായിദ് ഇറാവാനി വ്യക്തമാക്കിയതുപോലെ തന്നെ ഭീഷണികൾക്ക് വഴങ്ങി ഇറാൻ ഒരിക്കലും ചർച്ചകൾ നടത്തിയിട്ടില്ല, സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്യില്ല. ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം യുദ്ധമോ ചർച്ചകളോ എന്നാണ്. ഒരു വശത്ത് അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് സൈനിക ശക്തി ഉപയോഗിച്ചുള്ള സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് എങ്കിലും വിശ്വാസത്തിന്റെ വലിയ കുറവാണ് നിലവിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നു. ലോക എണ്ണ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാൻ ശേഷിയുള്ള ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഈയൊരു സംഘർഷം ഇനിയൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിക്കുമോ അതോ കടുത്ത വാക്പോരുകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും ചർച്ചകളിലേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചതായിട്ട് ഇറാന്റെ സൈനിക കമാൻഡ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതോടെ മധ്യപൂർവേഷ്യയിലെ സംഘർഷം അതീവ
അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ പുതിയ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസും തങ്ങളുടെ ഔദ്യോഗിക ചാനലുകൾ വഴിയാണ് കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾക്കുള്ള അടിയന്തര മറുപടിയാണ് ഇത് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. നിർദ്ദേശം ലംഘിച്ച് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വാണിജ്യ കപ്പലിനെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഈ ഒരു അടിയന്തര പ്രഖ്യാപനം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ US സെൻട്രൽ കമാൻഡ് ഈ ഒരു അവകാശവാദങ്ങളെ പൂർണ്ണമായിട്ട് തള്ളി രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന വാദം കേവലം ഒരു വ്യാജ പ്രചാരണം മാത്രമാണെന്നും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾ ഇപ്പോഴും യാതൊരു തടസ്സവുമില്ലാതെ ഈ പാതയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. മേഖലയിൽ തങ്ങളുടെ സുരക്ഷാ നിരീക്ഷണം ശക്തമാണെന്നും US യുദ്ധക്കപ്പലുകൾ കപ്പൽ ചാലുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട് എന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ യുദ്ധഭൂമിയിൽ മാത്രമല്ല ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവരയുദ്ധത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം സാമ്പത്തികമായിട്ട് തകർന്ന ഇറാന്റെ സൈന്യം ദുർബലമാണെന്നും അവർ അന്താരാഷ്ട്ര ചട്ടങ്ങൾ ലംഘിക്കുകയാണ് എന്നും വരുത്തി തീർത്ത് അവരെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാനാണ് അമേരിക്ക പല തവണയായിട്ട് ശ്രമിച്ചത്. മറുഭാഗത്ത് തങ്ങൾ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഒട്ടും വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് എത്തുന്നതും ഈ യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ അന്താരാഷ്ട്ര പ്രതിസന്ധി ആഗോള വിപണിയെ മാത്രമല്ല ഇന്ത്യയും വളരെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ അസംസ്കൃത എണ്ണയുടെയും ദ്രാവീകൃത പ്രകൃതിവാതകത്തിന്റെ വലിയൊരു ഭാഗം ചരക്ക് നീക്കം നടക്കുന്ന പാതയായതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ തടസ്സം പോലും രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുത്തനെ കൂട്ടും. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്നത് ഈ മേഖലയിൽ നിന്നായതിനാൽ ഈ പാത അടഞ്ഞുകിടക്കുന്നത് ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വിലക്കയറ്റത്തിന് കാരണമാകും. ഇന്ധന വില വർദ്ധിക്കുന്നത് രാജ്യത്തെ ചരക്കുകൂലി കൂട്ടുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരന് താങ്ങാനാകാത്ത വിധം ഉയർത്തുകയും ചെയ്യും.